ഇന്ത്യയിൽ ഭാഷ എക്കാലത്തും സെൻസിറ്റീവായ ഒരു ഇഷ്യൂ ആയിരുന്നു. ജർമ്മനി, ഫ്രാൻസ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾ ഏകഭാഷ എന്ന ആശയാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ വിഭിന്നമായ ഭാഷ സംസാരിക്കുന്ന ജനവിഭാഗങ്ങൾ ഒത്തുചേർന്നാണ് ഒരു രാഷ്ട്രീയ സംവിധാനം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ തന്നെ ദേശീയ ഗാനം, ദേശീയ പതാക, ദേശീയ ഗീതം എന്നിങ്ങനെയുള്ള ദേശീയ ചിഹ്നങ്ങൾ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള സംവിധാനമായി മാറും എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഐക്യകണ്ഠേന അംഗീകരിക്കപ്പെട്ടപ്പോൾ ദേശീയ ഭാഷ എന്ന ആശയത്തിലേക്ക് യുനാനിമസായ, കൺക്ലൂസീവായ ഒരു ഡിസിഷനിലേക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് പോലും എത്താൻ സാധിച്ചില്ല. ഒരുപക്ഷെ മതത്തെക്കാൾ ഉപരി, അല്ലെങ്കിൽ മതത്തോളം തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനും മറ്റൊരു വിഭാഗം ജനതയെ ഒരുമിപ്പിക്കുവാനും കഴിയുന്ന ഒരു വലിയ ശക്തി ഭാഷയ്ക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നടനും മക്കൾ നീതിമയം നേതാവുമായ കമൽഹാസൻ തന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രമോഷൻ വേളയിൽ കന്നഡ എന്ന ഭാഷയുടെ ഉത്ഭവം തമിഴിൽ നിന്നാണ് എന്ന് നടത്തിയ പരാമർശം വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. കർണാടക മുഖ്യമന്ത്രി അടക്കം കമൽഹാസനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. ഒടുവിൽ വിഷയം കോടതിയുടെ പരിഗണനയിലെത്തുന്നു. കമൽഹാസൻ മാപ്പ് പറഞ്ഞാൽ പ്രശ്നം തീരാവുന്നതേയുള്ളൂ എന്ന് കോടതി പരാമർശിക്കുന്നു. പക്ഷേ തെറ്റ് ചെയ്താൽ മാത്രമാണ് താൻ മാപ്പ് പറയേണ്ടതുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉലകനായകൻ. അതിനിടെയാണ് പാർലമെന്റ് അംഗവും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഭീകരവാദ വിരുദ്ധ നിലപാട്, രാജ്യത്തിന്റെ ഭീകരവാദ വിരുദ്ധ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിനായി കേന്ദ്ര സംഘം അയച്ച പ്രതിനിധി സംഘത്തെ നയിക്കുന്ന പാർലമെന്റ് അംഗമായ കനിമൊഴി ഇന്നലെ നടത്തിയ പ്രസ്താവന വളരെ സ്തുത്യർഹമായി മാറുന്നത്. Do you want me to answer about the national language of India? The national language of India is unity in diversity, and that is what this multi-party delegation puts forward as a message. നിങ്ങൾക്ക് ഞാൻ ദേശീയ ഭാഷയെ പറ്റി സംസാരിക്കണമെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ഭാഷ നാനാത്വത്തിൽ ഏകത്വമാണെന്നും ഈ മൾട്ടി പാർട്ടി ഡെലിഗേഷൻ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം തന്നെ അതാണെന്നുമാണ് പാർലമെന്റ് അംഗമായ കനിമൊഴി സ്പെയിനിലെ മാഡ്രിഡിൽ നടത്തിയ പ്രവാസികളോടുള്ള അഭിസംബോധനയ്ക്കിടയിൽ സംസാരിച്ചത്. ഏതായാലും കനിമൊഴിയുടെ പരാമർശത്തിനപ്പുറത്തേക്ക് ദേശീയ ഭാഷാ സംബന്ധമായി ഭരണഘടനയിൽ പരാമർശമുണ്ടോ? ദേശീയ ഭാഷ എന്ന ആശയത്തിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയിട്ടുണ്ടോ? പാർലമെന്റ് പിന്നീട് അംഗീകാരം നൽകിയിട്ടുണ്ടോ? രാജ്യത്തിനൊരു ദേശീയ ഭാഷയുണ്ടോ എന്ന വലിയ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ. എല്ലാവർക്കും സൈലം IASന്റെ എക്സ്പ്ലെയിനർ സെഷനിലേക്ക് സ്വാഗതം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 17 ഡീൽസ് വിത്ത് ഒഫീഷ്യൽ ലാംഗ്വേജ്, which ranges from article number 343 to 351. ആൻഡ് ഈ പാർട്ട് 17-ൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. വൺ ഇസ് റിഗാർഡിംഗ് ദ ലാംഗ്വേജ് ഓഫ് ദി യൂണിയൻ. ദ സെക്കൻഡ് വൺ ഇസ് ദ റീജിയണൽ ലാംഗ്വേജ്, വിച്ച് മീൻസ് ദ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ്. മൂന്നാമത്തേത് ലാംഗ്വേജ് ഓഫ് ജുഡീഷ്യറി ആസ് വെൽ ആസ് ദി ടെക്സ്റ്റ് ഓഫ് ലോസ്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് സ്പെഷ്യൽ ഡയറക്റ്റീവ്സ്, ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്. സോ ദ ക്വസ്റ്റ്യൻ ഇസ് ദാറ്റ് ഇവിടെ ലാംഗ്വേജ് എന്ന് പരാമർശിക്കുന്നത് നാഷണൽ ലാംഗ്വേജ് ആണോ? കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ നമ്പർ 343 to 351 ഡീൽ ചെയ്യുന്നത്, പാർട്ട് 17 ഡീൽ ചെയ്യുന്നത് നാഷണൽ ലാംഗ്വേജിനെ സംബന്ധിച്ചാണോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ദ ആൻസർ സിംപ്ലി ഈസ് നോ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് സ്പീക്ക് അബൌട്ട് നാഷണൽ ലാംഗ്വേജ്. The Constitution does not recognize a particular language as a national language. Constitution recognize ചെയ്യുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് മാത്രമാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ദേശീയ ഗാനം പോലെ, ദേശീയ ഗീതം പോലെ, ദേശീയ പതാക പോലെ ഒരു ദേശീയ ഭാഷയെ സംബന്ധിച്ച സുദീർഘമായ ചർച്ചകൾ നടക്കുകയും എന്നാൽ ഒരു യുനാനിമസ് ആയിട്ടുള്ള കൺക്ലൂഷനിലേക്ക് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന പശ്ചാത്തലത്തിലാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ദേശീയ ഭാഷ എന്ന ആശയത്തിന് തൽക്കാലം ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിക്കുന്നത്. കാരണം ഒരു വിഭാഗം ജനങ്ങൾ, ദാറ്റ് ഇസ് ദ ഡോമിനന്റ് community in the Constituent Assembly, they said that Hindi will have to be accepted as national language. മറ്റൊരു വിഭാഗം ജനത പറഞ്ഞു ഹിന്ദി നാഷണൽ ലാംഗ്വേജായി അംഗീകരിക്കാൻ സാധിക്കില്ല, പകരം സംസ്കൃതം ദേശീയ ഭാഷയാക്കണം. എന്തുകൊണ്ട് സംസ്കൃതം എന്ന് ചോദിച്ചപ്പോൾ സംസ്കൃതം ദേവഭാഷയാണ്, ദൈവങ്ങൾ സംസാരിച്ചിരുന്ന ഭാഷയാണ് സംസ്കൃതം. സോ സാൻസ്ക്രിറ്റ് വിൽ ഹാവ് ടു ബി അഡ്മിറ്റഡ് ആസ് അഡോപ്റ്റഡ് ആസ് നാഷണൽ ലാംഗ്വേജ് എന്ന് മറ്റൊരു വിഭാഗം പറഞ്ഞു. മറ്റൊരു വിഭാഗം പരാമർശിച്ചത്
ഹിന്ദിയും സംസ്കൃതവും വേണ്ട, ഹിന്ദുസ്ഥാനി വേണം ദേശീയ ഭാഷയാക്കാൻ. എന്തുകൊണ്ട് ഹിന്ദുസ്ഥാനി എന്ന് ചോദിച്ചപ്പോൾ ഹിന്ദുസ്ഥാനി ഒരുപാട് ഭാഷകളുടെ സങ്കലനമാണ്, ഒരുപാട് ഭാഷകളുടെ ഇൻക്ലൂസിവിറ്റി ഹിന്ദുസ്ഥാനിയുടെ മാത്രം സവിശേഷതയാണ് എന്ന് പരാമർശിച്ചു. ആൻഡ് പീപ്പിൾ ഡൗൺ ഫ്രം ദ സൗത്ത് they said that Tamil will have to be the നാഷണൽ ലാംഗ്വേജ്. എന്തുകൊണ്ട് തമിഴ് എന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ഭാഷയാണ്, ഇന്ത്യയുടെ സ്വന്തം ഭാഷയാണ് തമിഴ്, അതുകൊണ്ട് തമിഴ് വേണം ദേശീയ ഭാഷയാക്കാൻ എന്ന് മറ്റൊരു വിഭാഗം വാദിച്ചു. അങ്ങനെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇറ്റ് വാസ് വെരി എവിഡൻറ്റ് ദാറ്റ് there won't be a unanimous decision to choose a national language. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായതോടൊപ്പം രാജ്യം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായി വിഭജിക്കപ്പെട്ടതിൻ്റെ വേദനാജനകമായ അനുഭവം ഇനിയും ഉണ്ടാകാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ the Constituent Assembly has kept the idea of national language pending for the time being and has insisted recognized for official language. So what is mentioned in the Constitution is not national language, it is official language. യൂണിയന്റെ ഔദ്യോഗിക ഭാഷയായി ആർട്ടിക്കിൾ 343 പരാമർശിച്ചിരിക്കുന്നത് ദേവ്നാഗരി ലിപിയിൽ എഴുതപ്പെടുന്ന ഹിന്ദി ഭാഷയാണ്. ലിപി എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ്. സോ ദേവ്നാഗരി ലിപിയിൽ എഴുതപ്പെടുന്ന ഹിന്ദി യൂണിയന്റെ ഔദ്യോഗിക ഭാഷയാണ് എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പരാമർശിക്കുന്നു. എന്നാൽ the numerals will be the international form of Indian numerals. അതോടൊപ്പം തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതേ അനുച്ഛേദത്തിൽ പരാമർശിക്കുന്ന മറ്റൊരു കാര്യമാണ് for the sake of the South Indians especially, English would be used as the official language for a period of 15 years. 15 വർഷക്കാലത്തേക്ക് എന്തെല്ലാം പർപ്പസിന് യൂണിയൻ ഹിന്ദി വിനിയോഗിക്കുന്നുവോ ആ പർപ്പസുകൾക്കെല്ലാം തന്നെ ഇംഗ്ലീഷ് കൂടി വിനിയോഗിക്കാനുള്ള അധികാരം കൂടി കോൺസ്റ്റിറ്റ്യൂഷൻ കേന്ദ്രത്തിന് നൽകി. ആൻഡ് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ 15 years, 1950 മുതൽ 65 കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യത്തിനും കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വ്യക്തമായി ഉത്തരം പറഞ്ഞു, ദാറ്റ് വി ആർ പാസിംഗ് ദ ബോൾ ഓവർ ടു ദ പാർലമെൻറ്റ്. തുടർന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ, അതായത് 15 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിന് തീരുമാനിക്കാം വെദർ ടു കണ്ടിന്യൂ വിത്ത് ഇംഗ്ലീഷ് ഓർ നോട്ട്. ആൻഡ് ദാറ്റ് ഇസ് ഹൗ, അങ്ങനെയാണ് 1963 ഇന്ത്യൻ പാർലമെൻറ്റ് ഔദ്യോഗിക ഭാഷാ നിയമം പാസ്സാക്കുന്നത്. ഒഫീഷ്യൽ ലാംഗ്വേജസ് ആക്ട് പ്രകാരം ഇംഗ്ലീഷ് വുഡ് ബി കണ്ടിന്യൂഡ് to be used in the official purposes indefinitely. That means ഇംഗ്ലീഷ് അനിശ്ചിത കാലത്തേക്ക് ഔദ്യോഗിക ഭാഷയായി തുടരണം എന്നുള്ളതാണ് പാർലമെൻറ്റിൻ്റെ ഔദ്യോഗിക ഭാഷാ നിയമത്തിലെ ഒടുവിലത്തെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതേസമയം തന്നെ സംസ്ഥാനങ്ങളുടെ ഭാഷയെ സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശമുണ്ടെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഭാഷ, സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷ നിർണ്ണയിക്കുന്നതിനുള്ള അധികാരം സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്ക്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിന് നൽകുകയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. സംസ്ഥാനത്തിൽ ഉപയോഗത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഷയോ ഒന്നിലധികം ഭാഷയോ അല്ലെങ്കിൽ ഹിന്ദിയോ തീരുമാനിക്കുന്നത് വരെ ഇംഗ്ലീഷ് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായി തുടരണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പരാമർശിക്കുന്നത്. ആൻഡ് ഭരണഘടനയിൽ ചില സ്പെഷ്യൽ ഡയറക്റ്റീവ്സ് കൂടി കോൺസ്റ്റിറ്റ്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ടു ദ സ്റ്റേറ്റ്. ഹിന്ദി ഒരു ഡോമിനന്റ് ഭാഷയാണ് ഇൻ ദ സെൻസ് ഓഫ് ദി മെജോറിറ്റി. ഓൾമോസ്റ്റ് 40% ജനത രാജ്യത്ത് സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി. സ്വാഭാവികമായും ഹിന്ദി വുഡ് ആക്ട് ആസ് എ ബിഗ് ബ്രദർ. അപ്പോൾ ഹിന്ദി പ്രൊമോട്ട് ചെയ്യുക, ഹിന്ദി ഒരു ലിംഗ്വ ഫ്രാങ്കയായി മാറുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ജനതയ്ക്കും സംസാരിക്കാൻ സാധിക്കുന്ന ഒരു ഭാഷ എന്നുള്ള തരത്തിൽ, ഇന്ത്യയിലെ മുഴുവൻ ജനതയ്ക്കും സ്വീകാര്യമായ ഒരു ഭാഷ എന്നുള്ള തരത്തിൽ ഹിന്ദിയെ പരിപോഷിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഭാഷാ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന വലിയ കർത്തവ്യം കൂടി കോൺസ്റ്റിറ്റ്യൂഷൻ കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനായി രാഷ്ട്രപതി ഒരു സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ അപ്പോയിന്റ് ചെയ്യണമെന്നും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ വിദ്യാഭ്യാസം രാജ്യത്ത് എവിടെയും ഒരുക്കാൻ പ്രാദേശിക സംവിധാനങ്ങൾ ശ്രമിക്കണമെന്നും രാഷ്ട്രീയ സംവിധാനത്തിൽ പരാതി പറയാൻ ചെല്ലുമ്പോൾ ഔദ്യോഗിക ഭാഷ ഒരു തടസ്സമായി മാറരുതെന്നും നമ്മുടെ ഭരണഘടനയിൽ പരാമർശിക്കുന്നു. എങ്ങനെയാണ് ഹിന്ദി ഭാഷയെ മുഴുവൻ ജനവിഭാഗത്തിനും സ്വീകാര്യമാക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമായും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകം ഒരു പട്ടിക രൂപീകരിച്ചിരിക്കുന്നു.
And that schedule is the 8th schedule of the Indian Constitution, which lists down 22 languages which are used in India. 22 ഭാഷകൾ നമ്മളുടെ ഭരണഘടനയിൽ 8ാം പട്ടികയിൽ പരാമർശിച്ചിരിക്കുന്നത് ഹിന്ദി ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിനായാണ്. ഈ 22 ഭാഷകളിൽ നിന്നുള്ള ശൈലികൾ, പദസമുച്ചയങ്ങൾ, which means styles, expressions, vocabularies that may be inculcated to Hindi and make Hindi elaborate within the territory of India. ഹിന്ദി സ്വീകാര്യമാക്കുന്നതിനായി ഈ ഭാഷകളിൽ നിന്നുള്ള ശൈലികൾ വിനിയോഗിക്കുക, പദസമുച്ചയങ്ങൾ വിനിയോഗിക്കുക. That is what the Constitution provides as an instruction to the central government. And please remember that English is not mentioned in this list of 22 languages in the 8th schedule of the Indian Constitution. ഏറ്റവും ഒടുവിൽ 2004 കേന്ദ്ര ഗവൺമെന്റ് മറ്റൊരു വിഭാഗം ഭാഷകളെ ക്ലാസിക്കൽ ലാംഗ്വേജ് ഭാഷയായി തരംതിരിച്ച് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നൽകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ആൻഡ് ഓൾമോസ്റ്റ് 11 ഭാഷയാണ് ഇപ്പോൾ രാജ്യത്ത് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റേറ്റസ് നൽകി ആദരിക്കപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, then ഒഡിയ, then ഏറ്റവും ഒടുവിലായി പാലി, പ്രാകൃത്, അസാമീസ്, ബംഗാളി, മറാത്തി എന്നീ ഭാഷകൾക്കും ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റേറ്റസ് നൽകാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു. ആൻഡ് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റേറ്റസിനേക്കാൾ ഉപരി ക്ലാസ്സിൽ ഭാഷ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് ഭാഷാ പണ്ഡിതന്മാർ പരാമർശിക്കുന്നത് ഈ വേളയിൽ പ്രത്യേകം സ്മരിക്കാതിരിക്കാനും സാധിക്കില്ല. എങ്ങനെയാണ് ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റേറ്റസ് ഒരു ഭാഷയ്ക്ക് നൽകുന്നത്? 1500 മുതൽ 2000 വർഷം വരെ പഴക്കമുള്ള ഭാഷയായിരിക്കുക. ജനറേഷൻസിനെ സ്വാധീനിക്കുന്ന ഒരു ലിറ്റററി വർക്ക് ആ ഭാഷയ്ക്ക് സ്വന്തമായി ഉണ്ടായിരിക്കുക. സ്വതസിദ്ധമായൊരു സാഹിത്യ സംസ്കാരം ആ ഭാഷയ്ക്കുണ്ടായിരിക്കുക. പൊതുവിൽ ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഒരു ഭാഷ ക്ലാസിക്കൽ സ്റ്റേറ്റസ് നൽകപ്പെടണമോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക. നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള ഭാഷകളുമായി ബന്ധപ്പെട്ട്, അതായത് നാഷണൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട്, ഒഫീഷ്യൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട്, ഇനി ജുഡീഷ്യറിയുടെ ഭാഷയുമായി ബന്ധപ്പെട്ട്, പാർലമെൻറ്റിൻ്റെ ഭാഷയുമായി ബന്ധപ്പെട്ട്, മാതൃഭാഷയുമായി ബന്ധപ്പെട്ട്, ക്ലാസിക്കൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് സജീവമായി ചർച്ചകൾ തുടരുകയാണ്. വിവാദങ്ങളും ഒടുങ്ങുന്നില്ല. ഏതായാലും ദേശീയ ഭാഷാ സംബന്ധമായും മാതൃഭാഷാ സംബന്ധമായും ക്ലാസിക്കൽ ലാംഗ്വേജ് സ്റ്റേറ്റസ് സംബന്ധമായും വിഭിന്ന അഭിപ്രായങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോഴും ഭാഷയ്ക്കതീതമായി, മതത്തിനതീതമായി ജനവിഭാഗങ്ങൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു പരമാർത്ഥം സത്യമുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഇസ് വാട്ട് ഇസ് ദ കോർ ഐഡൻറ്റിറ്റി ഓഫ് ഇന്ത്യ. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് will have to be maintained. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു.